നമസ്കാരം, ഞാൻ ഹെൽന. എൻ്റെ സ്ഥലം കണ്ണൂരാണ്. ഇപ്പോഴും ഞാൻ ഖത്തറിലാണുള്ളത്. യോഗശ്രീയിൽ ശ്രീജ മാമിൻ്റെ അടുത്ത് യോഗ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും 3 വർഷമാണ്. ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. യോഗ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് മാറ്റമെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ നല്ല മാറ്റമാണ്. ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും രണ്ടും നല്ല മാറ്റമാണുള്ളത്. ഫിസിക്കലി പറയുകയാണെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആയി ബോഡി. മെൻ്റലി പറയുകയാണെങ്കിൽ നല്ല റിലാക്സ്ഡ് ആയി. നല്ല ഉറക്കമൊക്കെ നല്ല ഒരു കിട്ടാൻ തുടങ്ങി. ഉറക്കം ആദ്യം എനിക്ക് നല്ലൊരു ഉറക്കം കിട്ടാറുണ്ടായിരുന്നില്ല, ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാറുണ്ടായിരുന്നില്ല. രാത്രി കടന്നു കഴിഞ്ഞാലും ജസ്റ്റ് കണ്ണ് പൂട്ടി വെക്കുക എന്നുള്ളത് മാത്രമേ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാറുണ്ടായിരുന്നില്ല. പുലർച്ചെ ഒരു 4 മണി 5 മണി ആകുമ്പോഴായിരുന്നു ഉറക്കം വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും എനിക്ക് എണീച്ച് ഓഫീസിൽ പോകേണ്ട ടൈമാവും. സോ യോഗ അഭ്യസിച്ച് കഴിഞ്ഞ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് കാരണമായിരിക്കാം ഇപ്പോഴും നല്ല ഉറക്കത്തിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഉറക്കമൊക്കെ നല്ല നോർമലായിട്ട് വന്നു. പിന്നെ യോഗ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. വിഷമങ്ങൾ ഇൻ ദ സെൻസ് ഫിസിക്കലി, ലൈക്ക് എനിക്ക് വെർട്ടിഗോയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. വെർട്ടിഗോയും പിന്നെ എനിക്ക് ചെവിടടപ്പും ഉണ്ടായിരുന്നു. വെർട്ടിഗോ കാരണം ആഴ്ചയിൽ 3 തവണയെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അവിടെ പോയി ഡോക്ടേഴ്സ് അവിടെ നിന്ന് ഇഞ്ചക്ഷൻ തരും. ആ ഒരു നിമിഷത്തേക്ക്, ആ ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേത്തെ ഒരു 2 ദിവസത്തേക്ക് ആശ്വാസമുണ്ടാകും. പിന്നീടും അത് പിന്നെയും വരും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ആവാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഭയങ്കര വിഷമിച്ചു. മെൻ്റലിയും ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഉറക്കമുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു, വെർട്ടിഗോ ഉള്ളത് മാതിരി. പിന്നെ ഒരു ചെവിട് എപ്പോഴും അടഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ശ്രീജ മാമിൻ്റെ അടുത്ത് യോഗ അഭ്യസിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീജ മാമിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വെർട്ടിഗോ ഉണ്ട്, അതുപോലെ ചെവിട് അടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീജ മാം ഓരോരോ എക്സസൈസസും ഓരോരോ മുദ്രകളും ഒക്കെ പറഞ്ഞു തന്നു എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അതൊക്കെ ചെയ്തതിന് ശേഷം എനിക്കിപ്പോഴും നല്ല മാറ്റമുണ്ട്. ആഴ്ചയിൽ 3 തവണ ഡോക്ടറുടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോഴും പോകുന്നേയില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ എവിടെയും ഡോക്ടറുടെ കാണിച്ചിട്ടേ ഇല്ല. വെർട്ടിഗോ കാരണം പോവേണ്ടി വന്നിട്ടേ ഇല്ല. അതുപോലെ ചെവിടടപ്പ് കംപ്ലീറ്റ്ലി മാറി. ചെവിടടപ്പില്ല ഇപ്പോഴെനിക്ക്. അപ്പം അതാണ് എനിക്ക് മെയിനായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു വിഷമം, ഒരു അസുഖം എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി മാറിക്കിട്ടെ. സോ ഞാൻ എപ്പോഴും ആരെന്ത് പറഞ്ഞാലും എനിക്ക് യോഗയെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. യോഗ ചെയ്തത് കാരണമാണ് എനിക്ക് അതിൽ നിന്നും പുറത്തോട്ട് വരാൻ സാധിച്ചത്. സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഉറക്കം ഇല്ലാതിരുന്നാൽ എല്ലാ അസുഖങ്ങൾക്കും കാരണം. സോ ഈ യോഗ ചെയ്തതിലൂടെ എനിക്ക് ഉറക്കം നല്ലൊരു റെഗുലർ സ്ലീപ്പ് കിട്ടാൻ തുടങ്ങി. അതുപോലെ ടീച്ചർ എപ്പോഴും ഡെയിലി എന്നുള്ള വിധത്തിൽ തന്നെ മെഡിറ്റേഷൻ തരും. സോ എല്ലാ ദിവസവും ഞങ്ങൾ നോക്കുന്നത്, ആകാംക്ഷയോട് പോകുന്നത് ക്ലാസ്സിലോട്ട് ഈ മെഡിറ്റേഷൻ കിട്ടുമല്ലോ എന്നോർത്തിട്ടാണ്. ആ മെഡിറ്റേഷനിൽ അന്നത്തെ ദിവസത്തെ എല്ലാ സ്ട്രെസ്സും ഒക്കെ മാറിക്കിട്ടും. എന്തൊക്കെ സ്ട്രെസ് ഉണ്ടായിരുന്നോ ആ ഒരു മെഡിറ്റേഷൻ കഴിയുമ്പോഴത്തേക്കും ഒക്കെ മാറിക്കിട്ടും. എനിക്ക് ഇവിടെ ഖത്തറിൽ വൈകുന്നേരമാണ് യോഗ ക്ലാസ്. ഒരു 5 മണി 6 മണി അങ്ങനെയാണ് എനിക്ക് എൻ്റെ യോഗ ക്ലാസ്. സോ അന്നത്തെ ദിവസം എന്തൊക്കെ സ്ട്രെസ്സിലോട്ട് ഞാൻ പോയിരുന്നോ അതൊക്കെ ആ മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി മാറിക്കിട്ടും. സോ ഞാൻ പറയും ഏറ്റവും ബെസ്റ്റാണ് യോഗ.